തൃണമൂൽ കോൺഗ്രസ് വിമത എംപിമാരുടെ NCPI പ്രവേശന വാർത്തകൾ തള്ളി NCPI ജനറൽ സെക്രട്ടറി സൈഗത് ദാസ്. എംപിമാർ പാർട്ടിയിൽ ചേരുന്നതിനെ കുറിച്ച് അറിയില്ലെന്നും സൈഗത് ദാസ് പറയുന്നു. തൗഫീഖ് അസ്ലം വിവരങ്ങളുമായി ചേരുന്നു. തൗഫീഖ്, എന്താണ് ഈ NPCI? ഇത് എന്ത് പാർട്ടിയാണ്? എവിടെയാണത് സാന്നിധ്യമുള്ളത്? എന്താണ് അവർ പറയുന്നത്? അജിംസ്, നാഷണൽ സിറ്റിസൺ പാർട്ടിയാണ് ഈ NCPI എന്ന് പറയുന്നത്. ഇവർ പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റ് കേന്ദ്രീകരിച്ച് മാത്രമാണ് നിലവിൽ പ്രവർത്തിച്ചു വരുന്നത്. ത്രിപുര, അസം, അതോടൊപ്പം തന്നെ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഇവർക്ക് കൂടുതൽ പ്രവർത്തകരുള്ളത്. ഈ പാർട്ടിയിൽ ചേരുമെന്നാണ് ഇന്നലെ സ്പീക്കറെ കണ്ട ശേഷം വിമത TMC എംപിമാർ പ്രതികരിച്ചത്. എന്നാൽ ആ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ് ഇപ്പോൾ അത്തരമൊരു വിവരത്തെക്കുറിച്ച് തനിക്കോ തന്റെ പാർട്ടിക്കോ അറിയില്ല എന്നിപ്പോൾ ദേശീയ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. എന്താണ് നടക്കുന്നതിനെക്കുറിച്ച് ഇതുവരെ തങ്ങൾക്ക് വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. ഈ വിമത എംപിമാർ തങ്ങളോട് തങ്ങളുടെ പാർട്ടിയിൽ ചേരുന്ന കാര്യം ഇതുവരെയും ചർച്ച ചെയ്തിട്ടില്ല എന്നുകൂടി അദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. ഇപ്പോൾ വലിയ പ്രതിസന്ധി ഇതോടുകൂടി വന്നിരിക്കുകയാണ്. കാരണം ഇന്നലെ സ്പീക്കർക്ക് നൽകിയ കത്തിൽ അവർ പറഞ്ഞിരുന്നത് തങ്ങൾ ഈ പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, ഈ പാർട്ടിയിൽ ഉടൻ തന്നെ ചേരും, അതുകൊണ്ട് ഈ പാർട്ടിയുടെ പേരിൽ തങ്ങൾക്ക് പ്രത്യേക ബ്ലോക്ക് ലോക്സഭയിൽ അനുവദിച്ചു നൽകണമെന്നായിരുന്നു സ്പീക്കർ ഓം ബിർളക്ക് നൽകിയ കത്തിലൂടെ 19 വിമത എംപിമാർ ആവശ്യപ്പെട്ടത്. അത് സ്പീക്കർ അംഗീകരിക്കുമെന്നാണ് ഇന്നലെ തന്നെ പുറത്തുവന്ന ആ വിവരങ്ങൾ. എന്നാൽ ഇന്ന് രാവിലെയാണ് ഈ പാർട്ടിയുടെ ദേശീയ പാർട്ടിയുടെ സെക്രട്ടറി തന്നെ ഇത്തരത്തിൽ അതിനെക്കുറിച്ച് തങ്ങൾക്ക് ഒരു തരത്തിലുള്ള വിവരങ്ങളുമില്ല, ഒരു MP പോലും ഈ വിഷയങ്ങൾ തങ്ങളുടെ പാർട്ടിയിൽ ചേരുന്ന കാര്യം ഈ വിമതർപ്പെട്ട ഒരു എംപിമാർ പോലും തങ്ങളുമായി ചർച്ച നടത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യം ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ഇതിനോട് വിമത എംപിമാരുടെ പ്രതികരണം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. അയോഗ്യത ഒഴിവാക്കാൻ വേണ്ടിയാണ് നേരിട്ടുള്ള NDAയിലേക്കുള്ളൊരു പ്രവേശനം മാറ്റിക്കൊണ്ട് പകരം ഈ ഒരു പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് പ്രത്യേക ബ്ലോക്കായി ലോക്സഭയിൽ ഇരിക്കാനും അതോടൊപ്പം തന്നെ NDAയെ പിന്തുണക്കാനുമുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇന്നലെ വിമത എംപിമാർ എത്തിയത്. എന്നാൽ അതിപ്പോൾ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് ഈ പാർട്ടിയിൽ തന്നെ ചേരുമോ ഇല്ലയോ എന്നുള്ള കാര്യം വിമത എംപിമാരാണ് ഇനിയിപ്പോൾ അറിയിക്കേണ്ടത്. ഇന്നലെ ഡൽഹിയിലെത്തിയ എംപിമാർ ഇന്നിപ്പോൾ കൊൽക്കത്തയിലേക്ക് മടങ്ങിപ്പോയിട്ടുണ്ട്. എല്ലാവരും ഒരുപക്ഷെ അവിടെ എത്തിയതിനു ശേഷം, ബംഗാളിൽ എത്തിയതിനു ശേഷം ഈ പാർട്ടി നേതൃത്വവുമായിട്ട് കൂടുതൽ ചർച്ചകൾ നടത്തിയതിനു ശേഷമായിരിക്കും പാർട്ടിയിലേക്കുള്ള പ്രവേശനമെന്നാണ് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ശരി.